ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മുന്നമേ ഒരു സ്നേഹവന്ദന അറിയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എൻ്റെ ജീവൻ ഈ ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത്. കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നാം പരിശോധിക്കുമ്പോൾ അതിലെല്ലാം കാണുവാൻ സാധിക്കുന്നത് ഒറ്റ കാര്യമാണ്. എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. അനന്തമായ ഒരു സ്നേഹത്തിൻ്റെ ഉടമയാണ് എൻ്റെ ദൈവം. ആർദ്രമായ സ്നേഹവും വാത്സല്യം കൊണ്ട് എന്നെ പൊതിയുന്ന, എന്നെ കവചപ്പെടുത്തി നിർത്തുന്ന ഒരു ദൈവിക അനുഭവമാണ് എൻ്റെ ജീവിതം എന്ന് പറയും. അത് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ്. ആ ഇടപെടൽ എന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ടാണ് നമ്മൾ തെറ്റുപറ്റുമ്പോൾ, വീണുപോകുമ്പോൾ നമ്മളെ വീണ്ടും കോരിയെടുക്കുവാൻ, ഇസ്രായേൽ ജനത്തിൻ്റെ അധപതനത്തിൻ്റെ മധ്യത്തിൽ ദൈവം ആദ്യകാലം മുതൽ ഓരോ പ്രവാചകന്മാർ വഴി ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്: നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ എൻ്റെ ദൈവം, എൻ്റെ ജനമാണ്, നിങ്ങൾ ദൈവജനമാണ്, ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പ്രവാചകന്മാരിലൂടെയും അതുപോലെ തന്നെ പല വ്യക്തികളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ തൻ്റെ ഏകപുത്രനെ, അല്ലേ, ഒറ്റ മകനേ ഉള്ളൂ, ആ മകനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട് നമ്മൾ വീണ്ടെടുക്കുകയാണ്. വീണ്ടെടുപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക്, ഇല്ലേ, റിഡംഷൻ. നമ്മൾ വീണ്ടെടുത്തവനാണ്, റിഡംപ്റ്ററാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടെടുക്കാൻ എന്താണ്? പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നല്ല വീണ്ടെടുത്ത ഒരു ദൈവം യേശുവാകുന്ന ആ സ്നേഹം നമ്മൾ എന്തിനു വീണ്ടെടുക്കണം? എന്തിനാ പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വിടേണ്ടതായിട്ട് വന്നു? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, കടലിനുണ്ടാക്കി, അന്ധകാരത്തുണ്ടാക്കി, വെളിച്ചത്തിൽ, ഇങ്ങനെ എല്ലാം അന്ധകാരത്തെ തിരിച്ചു, വെളിച്ചത്തിൽ നിന്നു എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ആ 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. പക്ഷിമൃഗാദികളെയും വന്യമൃഗങ്ങളും എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം ചിന്തിക്കുകയാണ്, ഇതുകൊണ്ടൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ഈ ഭൂമി ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ ദൈവം ഇങ്ങനെ കൊതിക്കുകയാണ്. എല്ലാം ഉണ്ടാക്കി നല്ലതെന്ന് അവിടെ വചനം അങ്ങനെ വന്നു, എല്ലാം നല്ലതെന്ന് കണ്ടു എന്നാണ് പറയുന്നത്. ആ നല്ലതിൻ്റെ നിന്നും ഒരു പൂർണ്ണത ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാൻ ദൈവത്തിന് സാധ്യമായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ചിന്തിക്കുക, എങ്ങനെയായിരിക്കും ഒരു പൂർണ്ണത എത്തുന്നത്? ഒരു ഫുൾനെസ് ഈ ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ദൈവത്തിന് തോന്നി, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നെ തന്നെ സൃഷ്ടിച്ച് മനുഷ്യനാക്കി ഭൂമിയിലേക്ക് വിടാം. അല്ലെ, സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു, കന്നുകാലികളെല്ലാം സൃഷ്ടിച്ചിട്ട് 26-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ഭൂമി ഒരു ഭംഗിയായി തീരാൻ, ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ അവിടെ എന്തൊരു കുറവ്. ആ കുറവ് എന്താണ്? മനുഷ്യ സാന്നിധ്യമാണ്. മനുഷ്യൻ്റെ ഒരവസ്ഥ, ഒരു ജീവിതം ഈ ഭൂമിയിൽ ആവശ്യമാണെന്ന് പിതാവാം ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ്, പ്രിയമുള്ളവരെ, പിതാവാം ദൈവം തീരുമാനിച്ച് എന്താണ്? എന്നെ എങ്ങനെ ഉണ്ടാക്കണം? ഓക്കെ, എന്നെപ്പോലെ തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപമുള്ള ഒരു മനുഷ്യനെ അവന് ആദം എന്ന് പേരിട്ടു. ആ മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ച് ഇങ്ങനെ വിട്ടു. അവൻ്റെ അവൻ പിന്നെ കാണുന്ന നമുക്കറിയാം, മനുഷ്യനെ ഏകനായി നന്നല്ല എന്ന് പറഞ്ഞാൽ തക്കതായ തുണയെ കൊടുക്കുകയാണ്. കാരണം ആദാമിനെ ഉണ്ടാക്കി ദൈവം വിട്ടു. ദൈവം ഓർത്തത് ഇവൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഈ മൃഗങ്ങളുടെ കൂടെ എല്ലാം ചുറ്റി സഞ്ചരിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്നൊക്കെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അവനൊരു ഗ്ലൂമിയായിട്ട് നടന്നപ്പോൾ ദൈവം മനസ്സിലാക്കി ഇവൻ ഏകനായിരിക്കുന്നത് അത്ര
നല്ലതല്ല. തക്കതായ തുണയെ കൊടുത്തു. അവൻ്റെ വാരിയിൽ നിന്നും തക്കതായ തുണ ഹവ്വായെ കൊടുക്കുക. അങ്ങനെ അവർ ജീവിതം ഏദൻ തോട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട്. നമുക്കറിയാം ആ ഏദൻ തോട്ടത്തിൻ്റെ അവസ്ഥ എല്ലാം വചനം പറയും. വെയിലാറിയപ്പോൾ ദൈവസാന്നിധ്യം, ദൈവം ഉലാത്തുന്ന ശബ്ദം കേട്ടു, ദൈവസാന്നിധ്യമുള്ള സ്ഥലം. അങ്ങനെ ദൈവസാന്നിധ്യത്തിൽ അവരിങ്ങനെ ജീവിച്ചു പോയി. ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പാലിച്ച് നമുക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം. എന്നാൽ പിന്നീടുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കാത്ത പലതും അവിടെ സംഭവിക്കുക. ഏറെ പ്രതീക്ഷയോടുകൂടെ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതാണ്, സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ആ മനുഷ്യൻ ഇതാ അധപതിച്ചു പോകുന്ന അവസ്ഥ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പാലിക്കാൻ സാധിക്കാതെ വീണുപോകുന്ന അവസ്ഥ. ആ വീഴ്ചയിൽ നിന്നും കരകയറാൻ ദൈവം കൊടുക്കുന്ന ചില നിബന്ധനകൾ, ചില നിയമങ്ങൾ മനുഷ്യനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ അവർ ജീവിച്ചു. പക്ഷേ മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ്റെ അധപതനം വർദ്ധിക്കുകയെന്നല്ലാതെ അതിൽ നിന്നൊരു മാറ്റം ദൈവത്തിന് കാണാൻ സാധിച്ചില്ല. സ്വന്തം സഹോദരനെ സഹോദരൻ കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെ മനസ്സ് വേദനിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ പറയാൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. എന്നിട്ട് കർത്താവ് പറയാൻ, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചവനാണ് മനുഷ്യൻ. ഹൃദയം വേദനിപ്പിക്കുക മാത്രമല്ല, മനുഷ്യനെ ഈ ഭൂമി സൃഷ്ടിച്ചതിനെ ഓർത്ത് പരിതപിക്കേണ്ടതായിട്ട് വന്നു. അതിന് കാരണമാണ് മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചു, അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എന്തായി മാറി. നമ്മുടെ ചിന്തയും ഭാവനയും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്നും നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ വേദനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം. കാരണം നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്, ഒരു എക്സ്പെക്റ്റേഷൻ ദൈവത്തിന് നമുക്കുണ്ട്. നീ ഇന്നത് ചെയ്യും, അല്ലെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥ, നിങ്ങൾ ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് വലിയ പ്രതീക്ഷയാണ്. എന്താണ്? നിങ്ങൾ എന്നെ പ്രതി നന്മകൾ ചെയ്യും, നിങ്ങൾ എന്നെ പ്രതി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മനുഷ്യൻ ദൈവം ഉയർത്തുന്നത്. എന്നാൽ ഉന്നതങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും, നമ്മുടെ ചിന്തയിൽ മാറ്റം, നമ്മുടെ ഭാവന പോലും തെറ്റായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അത് എല്ലാ ഗണങ്ങളും, വൈദിക ഗണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ആത്മായ ഗണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിൽ നിന്നും ദൈവം നമ്മളെക്കുറിച്ചൊരു പദ്ധതി, എത്ര നല്ല പദ്ധതിയാണ്. സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നെപ്പോലെ ആയിത്തീരുമെന്ന പ്രതീക്ഷയാൽ. പക്ഷെ ഇവിടേക്കോ നമുക്ക് സംഭവിച്ച കുറവുകൾ, വേദനകളും. പക്ഷെ ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ഒരു ദൈവം മനുഷ്യന് ദുഷ്ടത വർദ്ധിച്ചതുകൊണ്ട് അവൻ്റെ ചിന്തയും ഭാവനയും. എപ്പോഴാണ് ദുഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മളെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തയിൽ മാറ്റമുണ്ടാവും, ഭാവനയിൽ, പ്രവൃത്തിയിൽ, എല്ലാറ്റിലും ഒരു മാറ്റം ഉണ്ടാകുന്നു. നമ്മുടെ കണ്ണുകൾ പോലും തെറ്റിലേക്ക് നയിക്കപ്പെടാൻ കാരണമായി തീരും. പാപം നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾക്കറിയാം, പാപം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. പാപം ചെയ്യുന്നവൻ മരിക്കുമെന്ന് തന്നെയാണ് എസെക്കിയേൽ പ്രവാചക പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നത്. പാപം ചെയ്യുന്നവൻ അവൻ്റെ ജീവൻ മരിക്കും, അവൻ ജീവൻ നഷ്ടപ്പെടും, നശിച്ചു പോകും. ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ജീവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ദൈവീകത നഷ്ടപ്പെടുന്നതാണ് ഒരു പാപം ചെയ്യുന്നതിലൂടെ ഞാൻ വരുത്തി വയ്ക്കുന്ന എൻ്റെ ജീവിതത്തിലെ അവസ്ഥ എന്ന് പറയും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസ്ഥ, ഞാൻ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ജീവനാകുന്ന ദൈവത്തിൻ്റെ ദൈവികത, അല്ലെ ദൈവത്തിൻ്റെ അംശം, ഒരു സാന്നിധ്യം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന തെറ്റ്, ഞാൻ ചെയ്യുന്ന തിന്മ എന്നെ സ്വാധീനിക്കുന്നെങ്കിൽ എന്നിൽ പാപം കൂടി. പാപത്തിൽ ഒരിക്കലും ദൈവത്തിന് വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ആലയം, ദൈവത്തിൻ്റെ ആലയം, ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം. ഞാൻ ദൈവം വസിക്കേണ്ട സ്ഥലമാണ്. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെ ഭാവന എല്ലാം എന്താവണം?
ദൈവം വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെതായിട്ട് മാറുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ക്രൈസ്തവനായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കണം. ഞാൻ സത്യത്തിൽ ഒരു ക്രിസ്ത്യാനിയാണോ? ഏത് ഡിനോമിനേഷനിൽപ്പെട്ട ആളായിക്കോട്ടെ, ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ എൻ്റെ പ്രവൃത്തി, എന്നിലുള്ള അംശം അത് ദൈവിക അംശമാണെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. എന്നിൽ ഭൗതികതയാണ് നിലനിൽക്കുന്നതെങ്കിൽ, കൂടുതൽ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പ്രവർത്തന മേഖലയെല്ലാം ഭൗതികതയായി മാറും. എൻ്റെ സംസാരം അങ്ങനെയായിത്തീരും, എല്ലാം അങ്ങനെയായിത്തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പാപം നമ്മളെ വേട്ടയാടാതിരിക്കുക, അല്ലെങ്കിൽ പാപത്തിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് പാപം? ഞാൻ പറഞ്ഞു, ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, മരിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ മരണം, ഒരു ആത്മീയ മരണം, ജീവനില്ലായ്മയാണ് യഥാർത്ഥത്തിൽ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഒരു മനുഷ്യനെ വേദപുസ്തക അടിസ്ഥാനത്തിൽ 2 തരത്തിൽ മനുഷ്യൻ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന് പറയുന്നത് 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. അപ്പോൾ പാപം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പന ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന 10 കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ ലംഘിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ എന്തായി? പാപത്തിന് വിധേയപ്പെട്ടു, അവൻ പാപത്തിൽ വീണു. അതേത് കൽപ്പനയാണെങ്കിലും, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചില കൽപ്പനകളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും, എന്നെ സംബന്ധിച്ച് അതായിരിക്കും ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള കൽപ്പന. അതായിരിക്കും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില കൽപ്പനകൾ ദൈവം, അതായത് ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതിൻ്റേതായ വിലയുണ്ട്. 1-ാം കൽപ്പന, 1-ാം പ്രമാണ ലംഘനം എൻ്റെ ജീവിതത്തെ മാത്രമല്ല എൻ്റെ തലമുറയെ മുഴുവൻ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള ചിന്താബോധ്യം നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന്, ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കൽപ്പനകൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ ലംഘിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താണ്? പാപത്തിന് ഞാൻ വിധേയപ്പെട്ട് കഴിഞ്ഞു. യെസ്, ഐ ഡിഡ്, ഞാൻ ചെയ്തു, പാപം ചെയ്തു എന്ന് തന്നെയാണ് വചനം പറയുന്നത്. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ് വചനം പറഞ്ഞിരിക്കുക. ഇനി സഭ തന്നിരിക്കുന്ന ചില കൽപ്പനകളുണ്ട്. അത് ഈ സഭയിൽ, ഒരു ക്രൈസ്തവ സഭയിൽ ക്രിസ്ത്യാനിയായി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട്, ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി സഭ തന്നിരിക്കുന്ന ചില കൽപ്പനകൾ നമുക്കുണ്ട്. ഈ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ ഉത്തരവാദിയാണ്. കാരണം ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തവനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാമോദിസ മുങ്ങിയ ഒരു ക്രൈസ്തവനായി മാറിയപ്പോൾ എന്നെ തലതൊട്ട അപ്പൻ, യെസ് ഇവൻ അങ്ങനെ ജീവിച്ചുകൊള്ളും എന്ന് പറഞ്ഞ്, നമുക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ ഓർമ്മയില്ലായിരിക്കും, നമ്മൾ കുഞ്ഞാണ്. പക്ഷെ എൻ്റെ തലതൊട്ട ഒരു അപ്പനുണ്ട്, അല്ലെ അമ്മയുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഇനി ഈ വിശ്വാസത്തിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സഭ പറഞ്ഞിരിക്കുന്ന ഈ വിശ്വാസത്തിൽ, ഈ പാരമ്പര്യത്തിൽ, ഈ ആരാധനയിൽ ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ഉപേക്ഷയും പറഞ്ഞ് സ്വീകരിച്ചവരാണ്. അങ്ങനെയാണ് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിന് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാൻ പാലിച്ചേ പറ്റൂ. ഇന്ന് സഭയുടെ കൽപ്പനകളെ വിമർശിക്കുന്നവരാണ് പലരും. എന്തിന്? അതിനാവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ വഴി, മറ്റിതിൽ വഴി സഭ എന്തുമാത്രം വിമർശനത്തിനാണ് പ്രിയമുള്ളവർ നിങ്ങൾ ഇടയായി തീർക്കുന്നത്. സഭ ദൈവത്തിൻ്റെതല്ലേ, ക്രിസ്തുവാകുന്ന തലയാണ് സഭ എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും ആരുടെ തലയിലേക്കാണ് ചെന്നെത്തുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൗതികതയിൽ നിന്നാണ്. മെത്രാപ്പോലിത്തേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ അച്ഛനെത്തട്ടെ, വൈദികനെത്തട്ടെ എന്ന് നമ്മൾ വിമർശിക്കും. പക്ഷേ ഞാൻ വിമർശിക്കുന്നത് എൻ്റെ സഭയാണ്. എൻ്റെ സഭ ക്രിസ്തുവിൻ്റെ തലയാണ്. ക്രിസ്തു തലയാകുന്ന സഭയിൽ അംഗമാണെങ്കിൽ നീ ഓരോന്നും എഴുതി വിടുന്നതും, നീ ഓരോന്നും വിമർശിക്കുന്ന ആരെയാണ്? തലയായ ക്രിസ്തുവിനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സഭയുടെ കൽപ്പന അത് പാലിക്കാൻ നമ്മൾ തയ്യാറാണ്. ദൈവത്തിൻ്റെ കൽപ്പന അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ
നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം. അതാണ് യഥാർത്ഥത്തിൽ ചില വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പാപം എന്തെന്നറിയോ? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവിടെ പറയുകയാണ്, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യും. മറ്റ് കൽപ്പനയെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം, അതെല്ലാം നമ്മൾ അത്യാവശ്യം പാലിക്കുന്നവരാണ്. മിക്ക ആളുകളും പാലിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. വീണ് പോകാം, കുമ്പസാരിച്ച് പാപം ഏറ്റുപറഞ്ഞ് നമ്മളതിൻ്റെ എല്ലാം മോചനം നേടാറുണ്ട്. പ്രാർത്ഥിച്ച് നമ്മളതിനെല്ലാം അനുഗ്രഹം നേടാറുണ്ട്. ഈ പാപം, ചെയ്യേണ്ട നന്മ ഏതെന്നറിഞ്ഞിട്ടും നീ ചെയ്യാതിരിക്കുന്നുണ്ടോ എങ്കിൽ നീ പാപത്തിന് അടിമയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പ്രിയമുള്ളവർ. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. എന്താണ്? എനിക്ക് നന്മ ചെയ്യാൻ സാധിച്ചിട്ടും ഞാനത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. നന്മ എന്തെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. നന്മ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്. എന്നിലുള്ള നന്മ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിത്വമാണെങ്കിൽ മാത്രമല്ല എനിക്ക് നല്ലത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ മുമ്പിൽ വരുന്ന എൻ്റെ സഹോദരനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എന്നിലൊരു നന്മ ഉണ്ടായിരിക്കണം. ഒരു വിഷമം പറഞ്ഞ് എൻ്റെ അടുക്കൽ വരുന്ന വ്യക്തിയെ എനിക്ക് സഹായിക്കാൻ കഴിവുണ്ടായിട്ടും എന്നിൽ ആസ്തി ഉണ്ടായിട്ടും എനിക്ക് പവർ, അധികാരം ഉണ്ടായിട്ടും ഞാൻ അവന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നീ ചെയ്യുന്നത് പാപമല്ലേ? നമ്മുടെ ഒരു ഓഫീസിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവൻ അർഹതപ്പെട്ടതാണ്. അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവൻ എല്ലാ നിയമവശങ്ങളും ശരിയാണ്. എന്നിട്ട് നീ ചെയ്യാതിരിക്കുന്നുണ്ടോ? നാളെ വാ, പിന്നെ വാ എന്ന് നീ പറയുന്ന വ്യക്തിയാണോ? നീ പാപമല്ലേ ചെയ്യുന്നത്? ഒരു പുരോഹിതൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന്, അച്ഛാ എനിക്ക് ഈ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ സമയമില്ല, നീ പോയിട്ട് നാളെ വാ. ചിലപ്പം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു കുടുംബമായിരിക്കാം, വ്യക്തിയായിരിക്കാം. ഞാൻ ചെയ്യാതിരുന്നാൽ ഞാൻ ചെയ്യുന്നത് പാപമല്ലേ പ്രിയമുള്ളവർ? അതുകൊണ്ട് നന്മ എന്തെന്നറിഞ്ഞിട്ട് നീ ചെയ്യുന്നില്ലെങ്കിൽ നിന്നിൽ പാപം, നീ പാപത്തിന് അടിമയായി. നിന്നെ പാപം സ്വാധീനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നീ തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, ഒരാളെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഒരാളെ കൂടെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഒരു കുഞ്ഞിന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് നിന്നുള്ള നന്മയാണ്. നീ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് മാർക്ക് കൂടുമെന്ന് പറയാതിരിക്കുന്നത് എന്താണ്? നമ്മളുടെ തിന്മയാണ്, അത് പാപമാണ്. നീ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരംശം ആഹാരമില്ലാത്തൊരു വ്യക്തിക്ക് കൊടുക്കാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്നിൽ എന്തുണ്ട്? നന്മയുണ്ട്. അപ്പം നന്മ എന്ന് പറഞ്ഞ് എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? പങ്കുവെക്കുന്നതാണ് നന്മ എന്ന് പറയുന്നത്. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ പങ്കുവെക്കാതിരിക്കുക. എന്താണ്? എന്നിലുള്ള നന്മ ഞാൻ പങ്കുവെക്കാതിരിക്കുന്നവൻ പാപിയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പങ്കുവെക്കുന്ന ഒരു അനുഭവമായിട്ട് നീ മാറണം. യേശുക്രിസ്തു പങ്കുവെച്ചവനാണ്. തൻ്റെ ജീവിതം മുഴുവൻ, തൻ്റെ ജീവൻ മുഴുവൻ, തൻ്റെ ശരീരവും എല്ലാം പങ്കുവെച്ചവനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഓരോ ക്രൈസ്തവനും എന്തായിത്തീരണം? പങ്കുവെക്കുന്നവനായി. പങ്കുവെക്കുന്നവനാണ് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി. ഇന്ന് പങ്കുവെക്കുന്നവരാണോ നമ്മൾ? നമുക്കുള്ളതിനെ അടിച്ചു മാറ്റുന്നവരല്ലേ നമ്മൾ? തൻ്റെ സഹോദരൻ്റെ സ്വത്ത് അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്ത പലതിനെയും ഞാൻ അടിച്ചു മാറ്റുന്ന വ്യക്തിയാണെങ്കിൽ അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ സാധിക്കുമോ? അപ്പോൾ പങ്കുവെക്കുന്നവനെ മാത്രമേ പ്രിയമുള്ളവർ ക്രിസ്ത്യാനിയായിട്ട് കാണാൻ പോലും സാധിക്കൂ. അങ്ങനെ പങ്കുവെച്ച ഒരു സമൂഹമാണ് ഈ ഭൂമിയിൽ ക്രൈസ്തവരായി ജീവിച്ചിരുന്ന ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനെ അറിഞ്ഞത് അങ്ങനെയാണ്. തനിക്കുള്ളതിനെ പങ്കുവെച്ചതുകൊണ്ടാണ്. ഈ കാലഘട്ടം ക്രിസ്തുവിനെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ പങ്കുവെക്കുന്നില്ല. എനിക്കുള്ളതിന് ഞാൻ സ്വരൂപിക്കുകയാണ്. ഒരു പ്രസ്ഥാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എനിക്ക് എന്തുമാത്രം നേടാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് ഓരോ ക്രൈസ്തവനും അധപതിച്ച് കിടക്കുകയാണ്. അതിൽ നിന്നും പങ്കുവെക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്നെ ഓർത്ത് സന്തോഷിക്കും. ഞാനായിരിക്കുന്ന സഭയെ ഓർത്ത് ദൈവം ആനന്ദം കൊള്ളും. ഈ സഭ എത്ര നല്ലതാണ്, പങ്കുവെക്കുന്ന സഭ. നമ്മുടെ ഹൃദയത്തിൽ ചങ്കിൽ തൊട്ട് പറയാൻ പറ്റുമോ, ഞാനായിരിക്കുന്ന എൻ്റെ ഇടവക പങ്കുവെക്കുന്നൊരു ഇടവകയാണെന്ന്? ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബം
മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്ന ഒരു കുടുംബമാണ്. എൻ്റെ അപ്പനും അമ്മയും പങ്കുവെച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ആയിത്തീർന്നതെന്ന് മനസ്സ് തൊട്ട് ഹൃദയം നിറഞ്ഞ് നമുക്ക് പറയാൻ സാധിച്ചാൽ അവൻ ക്രിസ്ത്യാനി. അതുകൊണ്ട് പങ്കുവെക്കുന്നവരായി മാറുവാൻ, ഭൂമുഖത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് വേദനിച്ച് ദുഃഖിച്ച് കഴിയുന്ന ഒരു ദൈവമല്ല, എന്നെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. എന്നെ ഇത്രമാത്രം വളർത്തിയതും എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവമാണ്. ആ ദൈവം എന്നെ പ്രതി സന്തോഷിക്കുന്ന നിമിഷമാണെന്ന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നും നേടേണ്ട പ്രയോജനം. എന്നെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, എൻ്റെ സാന്നിധ്യം കൊണ്ട് ആരെങ്കിലുമൊക്കെയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് എന്താണ് നമുക്ക് വേണ്ടത്? നമ്മൾ എന്തെങ്കിലും നേടിയിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ, യേശുക്രിസ്തുവാകുന്ന ആ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് പങ്കുവയ്ക്കുന്ന ഒരു നല്ല ക്രിസ്ത്യനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞാൻ കേട്ട വചനം എന്നെ പ്രതി എൻ്റെ ദൈവം വേദനിക്കാൻ ഇടവരുത്തരുത്, എന്നെ പ്രതി ദൈവം ദുഃഖിക്കാൻ ഇടവരുത്തരുത്. എൻ്റെ സൃഷ്ടി ഈ ഭൂമിയിലെ അനുഗ്രഹമാണെന്ന് പറയുവാൻ എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സഭ പോലും എന്നെ ഓർത്ത് അഭിമാനിക്കുവാൻ, ഈ ജന്മം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണെന്ന് പറയും, ഒരിക്കലും പാഴായിപ്പോയി എന്ന് പറയാൻ ഇടവരുത്താതെ അതിനുവേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിച്ചുകൊണ്ട് പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ. കാരുണ്യവാനായ കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ അവിടെ നീ ഒന്ന് സ്പർശിക്കണമേ. അവരുടെ കുറവുകളെ ഒന്ന് ഏറ്റെടുക്കണമേ. വീണുപോയ മേഖലകളെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ, അനുദപിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ഈ ഓരോ മക്കൾക്കും കൃപ കൊടുക്കണം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം എന്നും ഞങ്ങൾക്ക് കാവലായിരിക്കട്ടെ. അത് കോട്ടയായി ഞങ്ങൾ എന്ന് കരുതിക്കൊള്ളുവാൻ സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും, സകല മാലാഖമാരും, ഞങ്ങളുടെ പേരിലുള്ള വിശുദ്ധന്മാരും ശുദ്ധിമതികളും, ഞങ്ങൾ ആരോടെല്ലാം പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാ വിശുദ്ധന്മാരുടെയും, അറിയപ്പെടാതെ പോയ അനേകം വിശുദ്ധന്മാർ, ഈഹീദായക്കാർ, ദയറാക്കാർ തുടങ്ങിയ അനേകം പിതാക്കൻ എല്ലാവരുടെ മാധ്യസ്ഥം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.